മദ്യലഹരിയിൽ അന്തർസംസ്ഥാന ബസ് ഓടിച്ച ഡ്രൈവറുടെ അഭ്യാസം. കോഴിക്കോട് ബംഗളൂരു ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് ഡ്രൈവറുടെ ഭീഷണി. നമ്മുടെ സേഫ്റ്റിയാണ് ബ്രോ. വണ്ടി ഓഫ് ആക്ക്. അടിച്ച് മോന്തം തിരിക്കാൻ കേട്ടോ. അടിക്ക് മോന്തം കേൾക്കരുത്. വണ്ടി ഓഫ് ആക്ക്. ഓഫ് ആക്ക്. ഓഫ് ആക്കാൻ. என்ன ப்ராப்ளம்? ഓഫ് ആക്കണം വണ്ടി. വണ്ടി ഓഫ് ആക്ക്. ഓഫ് ആക്ക്. വണ്ടി ഓഫ് ആക്ക്. വണ്ടി ഓഫ് ആക്കടാ. வண்டி ஆஃப் பண்ணிடு. வண்டி ஆஃப் பண்ணிடு. ஏய் இங்க பசங்க எல்லாரும் இருக்கீங்க, ஃபேமிலி எல்லாம் இருக்கு. அது ஓகேனா? வண்டி ஆஃப் பண்ணிடுடா. ஒரு ப்ராப்ளம் இல்லையே. என்ன ப்ராப்ளம்? வண்டி கொஞ்சம் என்ன ப்ராப்ளம்? வண்டி கொஞ்சம் ஆஃப் பண்ணிடு. என்ன ப்ராப்ளம்? ஒரு 5 நிமிஷம் என்ன ப்ராப்ளം? ബസ്സിനകത്തു നിന്നും യാത്രക്കാർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഇതെന്ത് അക്രമമാണ്, എന്ത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു. ഉറപ്പായിട്ടും യാത്രക്കാർക്കാരെ ഇരിക്കുന്നവർക്ക് പേടിയുണ്ടാകും. അപ്പോൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് അവരോട് തിരിച്ചു പറയുന്നു. എങ്ങനെയാണ് പിന്നീട് ഇതിലൊരു സമവായം ഉണ്ടായത്? ആൾക്കാർക്ക് ജീവൻ സുരക്ഷയോടെ അവരുടെ ജീവൻ തിരികെ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് ഇതിലൊരു തീരുമാനമായത്? അക്ഷയ, കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ഭാരതി എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഈ അക്രമം മുഴുവൻ കാട്ടിയത്. വണ്ടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട മുതൽ തന്നെ ഇയാളുടെ ഡ്രൈവിംഗിൽ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വളരെ അശ്രദ്ധമായി വണ്ടി കൈകാര്യം ചെയ്യുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്നാണ് അല്പം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇയാൾ മദ്യപിക്കുന്നതൊക്കെ യാത്രക്കാർ കാണുന്നത്. ഇതിനെ തുടർന്ന് യാത്രക്കാർ ഇത് ചോദ്യം ചെയ്തു. അതായത് ഹൈവേയിലേക്ക് കയറിയതോടുകൂടി ഇയാൾ പൂർണ്ണമായും മദ്യത്തിന് അടിപ്പെട്ടിരുന്നു, മദ്യലഹരിയിലായി എന്നുള്ളതാണ് യാത്രക്കാർ ചിലർ പറയുന്നത്. തുടർന്ന് വാഹനം നിർത്താനൊക്കെ യാത്രക്കാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇയാൾ തയ്യാറായില്ല. പകരം ഈ യാത്രക്കാരോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ടോൾ പ്ലാസയിൽ വണ്ടി നിർത്തിയപ്പോൾ യാത്രക്കാരാകെ ക്ഷുഭിതരായി. ഇതോടുകൂടി ഇയാൾ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയുമായി ഇറങ്ങി ഓടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ യാത്രക്കാർ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച് ആളുകളെ എല്ലാം അപകടപ്പെടുത്തും എന്നൊക്കെ ഇയാൾ ഭീഷണി മുഴക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകും. ഏതായാലും മറ്റ് മാർഗങ്ങൾ തേടിയാണ് യാത്രക്കാർ തിരിച്ച് ബംഗളൂരുവിൽ എത്തിയത്. നിലവിലേതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഇത്രയും ദൃശ്യങ്ങൾ വന്ന്, ഇത്രയും കംപ്ലൈന്റ് വന്ന് തൊട്ടടുത്ത ദിവസവും ഇതേ ഡ്രൈവറെ തന്നെ ഈ ബസ് ഉടമ ജോലിക്ക് നിയോഗിച്ചു എന്നുള്ളതും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലെ ബസ്സിലാണ് ഈ പരാക്രമവും അതിക്രമവും ഒക്കെ ഉണ്ടായത്.